കണ്ണൂരിൽ മാധ്യമപ്രവർത്തകനെയും ഭാര്യയെയും ആക്രമിച്ച കവർച്ച നടത്തിയ കേസിൽ പ്രതികളുടെ ശിക്ഷ ഹൈക്കോടതി ശരിവെച്ചു. മാതൃഭൂമിയിലെ ന്യൂസ് എഡിറ്ററായിരുന്ന കെ വിനോദ് ചന്ദ്രനെയും ഭാര്യയും കെട്ടിയിട്ട ശേഷമായിരുന്നു ഈ കവർച്ച നടന്നത്. ബംഗ്ലാദേശ് സ്വദേശികളായിരുന്നു പ്രതികൾ. 9 വർഷത്തെ കഠിന തടവാണ് ഇവർക്ക് വിധിച്ചത്. ഇതിനെതിരെ അപ്പീലുമായി പോയതാണ്. ഇപ്പോൾ ഹൈക്കോടതി ആ ശിക്ഷ ശരിവെച്ചു എന്നാണ് പറയുന്നത്. എസ് രാഗിനുണ്ട് വിശദാംശങ്ങളുമായി. രാഗിൻ, നമ്മളെല്ലാം പേടിച്ചു പോയ ഒരു കവർച്ചയായിരുന്നു. അത്രയും അധികം പുറത്തുനിന്ന് കവർച്ചാ സംഘം അത്രയും അധികം ആക്രമണം അഴിച്ചുവിട്ടതിന് ശേഷമായിരുന്നു ആ വലിയ കവർച്ച നടന്നത്. ഇപ്പോൾ അവർ അപ്പീൽ പോയി. ഹൈക്കോടതി പ്രതികളുടെ ശിക്ഷ ശരിവെച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ. തീർച്ചയായും കണ്ണൂരിൽ 2018 സംഭവം. മാതൃഭൂമിയുടെ ന്യൂസ് എഡിറ്ററായിരുന്ന കെ വിനോദ് ചന്ദ്രനെയും ഭാര്യയും താഴെച്ചൊവ്വയിലെ വീട്ടിൽ കെട്ടിയിട്ട് ആക്രമിച്ച് കവർച്ച നടത്തുകയായിരുന്നു. സംഭവത്തിൽ ബംഗ്ലാദേശ് സ്വദേശികളായിരുന്നു പ്രധാനമായിട്ടുള്ള പ്രതികളായി വന്നത്. ആ ആണ് വിചാരണ നേരിട്ടത്. അവർക്ക് 9 വർഷം കഠിന തടവ് കോടതി വിധിച്ചു. അവിടുത്തെ കണ്ണൂർ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. അതിനെതിരെയുള്ള അപ്പീൽ ഇന്ന് പ്രതികൾ ഹൈക്കോടതിയിലെത്തിയത്. പക്ഷേ ആ അപ്പീൽ തള്ളുകയും അതോടൊപ്പം തന്നെ അവരുടെ ശിക്ഷ ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്. 3 പ്രതികളാണ്. ഇലാഷ്, സിക്കാരി, അലംഗീർ, മാണിക്. ഈ 3 പ്രതികളുടെ ശിക്ഷയാണ് ഹൈക്കോടതി ശരിവെച്ചത്. കോടതി ഇതിൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകൾ പ്രതികൾക്കെതിരെ ഉണ്ട് എന്ന് കോടതി കണ്ടെത്തി. അതോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള മൊഴികൾ പ്രതികൾക്കെതിരെ ഉണ്ട്. മാത്രമല്ല, ശിക്ഷ കുറച്ചാൽ അത് തെറ്റായ സന്ദേശമായിരിക്കും സമൂഹത്തിൽ നൽകുക എന്ന് ാക്കിയിട്ടുണ്ട് ഈ ഉത്തരവിൽ. കൂടാതെ ഇത്തരം ആക്രമണങ്ങൾ സമൂഹത്തിൽ വർദ്ധിച്ചു വരിക കൂടിയാണ്. അതുകൊണ്ട് അതിൽ ഒരു തരത്തിലുള്ള റിലാക്സേഷനും ഉദ്ദേശിക്കുന്നില്ല. ഇവരുടെ ശിക്ഷ ശരിവെക്കുകയാണെന്ന് കോടതി വ്യക്തമാക്കി. 6 പേരായിരുന്നു കേസിൽ പ്രതികളായി വന്നത്. ആദ്യം 3 പേരെ അറസ്റ്റ് ചെയ്തു. പിന്നീട് ആണ് മറ്റ് അറസ്റ്റുകൾ ഉണ്ടായത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു അല്ലെങ്കിൽ ഭീതി ജനിപ്പിക്കുന്ന ഒരു ആക്രമണമാണ് അന്ന് ഉണ്ടായത്. ആയുധധാരികളായിട്ടുള്ള 6 പേർ വീട്ടിലേക്ക് കയറി വരുന്നു. അതിനുശേഷം അവരെ കെട്ടിയിടുകയും ആക്രമിക്കുകയും ചെയ്യുന്നു. തുടർന്ന് കവർച്ച നടത്തുന്നു. ഇതാണ് അന്ന് സംഭവിച്ചത്. അതിനുശേഷം പ്രതികളെ പോലീസ് പിടികൂടി. ബംഗ്ലാദേശ് സ്വദേശികളായിരുന്നു. എന്തായാലും ഇപ്പോൾ അവരുടെ ശിക്ഷ ഹൈക്കോടതി അത് ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട്.